യേശുവിൻ്റെ നാമം നമ്മൾ ഉച്ചരിക്കുമ്പോൾ ആ യേശുവിനെക്കുറിച്ചുള്ള ഒരു വീരാരാധനയല്ല നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ദൈവം വലിയവനാണെന്നുള്ളതല്ല, ആ ദൈവത്തെ പോലെ ആകുവാൻ എന്നെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യവും അതിലാകുവാനുള്ളതായ താല്പര്യവും ആഗ്രഹവും പ്രാർത്ഥനയുമാണ് യഥാർത്ഥമായി ദൈവനാമ ഉച്ചാരണത്തിൽ കൂടി നമുക്കുണ്ടാവേണ്ടത്. അപ്രകാരമുള്ള ഒരു ഉച്ചാരണമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഇപ്പോൾ ഇവിടെ വെളിച്ചം തെളിയിക്ക് ഉദ്ഘാടനം ചെയ്യേണ്ടതാണ്. വെളിവ് നിറഞ്ഞ ഒരു ഈശോ നിൻ വെളിവാൽ കാണുന്നുവെന്ന് നമ്മൾ ചൊല്ലുന്നുണ്ട്. ആ വെളിവ് അകത്തുണ്ടാകണം. ആ വെളിവ് വെളിയിലുണ്ടായപ്പോൾ അകത്തൊരു വെളിവുണ്ടാകാനായിട്ട് ഇടയാകണം. അത് വേറെ പലയിടത്തും അന്വേഷിക്കുകയല്ല, എൻ്റെ ഹൃദയത്തിൽ ആ വെളിവുണ്ടാകണമെന്നുള്ളതാണ് ഒരു തിരി തെളിയിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ടത്. സന്ധ്യയ്ക്ക് നമ്മൾ വീട്ടിൽ തിരി തെളിയിക്കുന്നുണ്ട്. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുമ്പ് സന്ധ്യ അടങ്ങുമ്പോൾ പകൽ പോയി മറയുന്ന സമയത്ത് നമ്മൾ തിരികെത്തിക്കുന്നുണ്ട്. എന്തിനാണ്? കൂടുതൽ ദൈവകൃപയ്ക്കായിട്ട് ദൈവ സംരക്ഷണത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. എന്നാൽ ആ തിരിയുടെ വെളിച്ചം യഥാർത്ഥത്തിൽ ഇന്നത്തെ ദിവസം എനിക്കെന്തുമാത്രം പ്രകാശിപ്പിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ നടന്നു സാധിച്ചു എന്നുള്ളത് ഓർമ്മിക്കാനുള്ള അവസരവും കൂടിയാണ്. ഈ ഇടവക അപ്രകാരം ഈ സമൂഹത്തിന് വലിയ വെളിച്ചമായി, സമൂഹത്തിൻ്റെ അന്ധകാരം മാറ്റുന്ന നല്ല ഒരു ദീപമായി വളർന്ന് മുന്നോട്ട് വരുവാനും ഇനിയും ശതോത്തര കനക ജൂബിലി ആഘോഷിക്കാനിരിക്കുകയാണ്. ആ ശതോത്തര കനക ജൂബിലി 25 വർഷം കൂടെ കഴിയുമ്പോൾ ആഘോഷിക്കും. അന്ന് ഞാൻ കാണുകയില്ലെങ്കിലും നിങ്ങളെല്ലാവരും ഉണ്ട്. അന്ന് ആചരിക്കുന്നതായ സമയത്ത് ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. 125 വർഷത്തിൽ നമുക്ക് പ്രകാശമുണ്ടാക്കണമെന്ന് പറഞ്ഞു. നമ്മൾ എന്തുമാത്രം പ്രകാശമുണ്ടായി എന്ന് 150-ാം വർഷം ആഘോഷിക്കുമ്പോൾ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും.